ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് എറണാകുളത്ത് നിന്നും റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ ഓശാന വിശേഷങ്ങളുമായി റോഷിപാൽ ചേരുന്നു. അപ്പോൾ റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഓശാന ഞായറാണ്. അപ്പോൾ വിശ്വാസികൾ പല സ്ഥലങ്ങളിൽ, പല ക്ഷേത്രങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള ആചാരവിശ്വാസ പരിപാടികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് എറണാകുളത്ത് നിന്നുള്ള ഓശാന ഞായർ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള എറണാകുളത്തെ സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിലാണ്. ഇവിടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. പ്രദക്ഷിണമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മെത്രോപൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത്. പ്രദക്ഷിണം കത്തീഡ്രലിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. വിശ്വാസികൾ ഓശാന ഞായർ പീഡനാനുഭവത്തിന്റെ തുടക്കം എന്ന നിലയിൽ ഓശാന ഞായറിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലയിലെ ഭൂരിഭാഗം ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇപ്പോൾ ഈ തിരുകർമ്മങ്ങളും ഒപ്പം പ്രദക്ഷിണവും അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കർമ്മങ്ങൾ തുടങ്ങി. വിശുദ്ധ കുർബാനയുണ്ട്. ഒപ്പം കുരുത്തോല വെഞ്ചരിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രദക്ഷിണം ആരംഭിച്ചത്. ഇനി വിശുദ്ധ കുർബാന ഒപ്പം വചന സന്ദേശം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഈ കത്തീഡ്രലിൽ നടക്കുക. അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലും ഇതേ സമയത്ത് തന്നെ തിരുകർമ്മങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും സമാനമായി തന്നെ പ്രദക്ഷിണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ. ഓക്കെ, റോഷിപാൽ ആണ് എറണാകുളത്തെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നുള്ള ഓശാന വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. കുരുത്തോലയൊക്കെ പിടിച്ചാണ് ഈ പ്രദക്ഷിണം ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൂടി ഇത് പോകുന്നു. തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ നിന്ന് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. ഓശാന ഞായർ ആശംസകൾ. അപ്പോൾ ഓശാന ദിവസം എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തു ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് വരുന്ന ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരാഴ്ചക്കാലം കഴിയുമ്പോഴാണ് ദുഃഖവെള്ളി ഉണ്ടാവുന്നു. പിന്നീട് വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഉണ്ടാവുന്നു. അപ്പോൾ ഇനി ഒരാഴ്ചക്കാലം വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓശാന ഞായർ ആഘോഷങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്? അല്ലമീൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നുള്ള ചടങ്ങുകളുടെ ഭാഗമായുള്ള നഗരപ്രദക്ഷിണമാണ്. കുരുത്തോലകളും ഏന്തി വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പാളയം പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് പാളയം നഗരം ചുറ്റി വരികയാണ്. UDF സ്ഥാനാർത്ഥി ശശി തരൂരും ഈ നഗരപ്രദക്ഷിണത്തിൽ വിശ്വാസികളോടൊപ്പം പങ്കുചേർന്ന് വരുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും, തലസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ദേവാലയങ്ങളിലും രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും ദിവ്യബലിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളുമൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ 7 മണിക്കാണ് ഈ പെരുന്നാൾ ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. പൊന്തിഫിലിക്കൽ ദിവ്യബലിക്കും കുരുത്തോല വെഞ്ചരിപ്പിനും മറ്റ് ഓശാന ശുശ്രൂഷ നടപടികൾക്കുമൊക്കെ തന്നെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് നേതൃത്വം നൽകുന്നത്. വൈകുന്നേരം കുർബാനയും മറ്റു ചടങ്ങുകളും വൈകുന്നേരവും നടക്കുന്നുണ്ട്. കുരിശിൻ്റെ വഴി ചടങ്ങുകളൊക്കെ വൈകുന്നേരമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടം സെൻറ് മേരീസ് പള്ളിയിലും രാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ തന്നെ എല്ലാ പള്ളികളിലും രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പാളയം നഗരം ചുറ്റിയുള്ള വിശ്വാസികളുടെ ഈ കുരുത്തോലയന്തിയുള്ള നഗരപ്രദക്ഷിണത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, ഒപ്പം UDF തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂർ എന്നിവരൊക്കെ ഉണ്ട്. നിരവധി വിശ്വാസികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം പള്ളികൾ കേന്ദ്രീകരിച്ച മറ്റു ചടങ്ങുകളും നടക്കും. ഏതായാലും ഇനി ഒരാഴ്ച അരുൺ സൂചിപ്പിച്ചതുപോലെ പീഡാനുഭവ വാരത്തിൻ്റെ ചടങ്ങുകളും ആഘോഷ പരിപാടികളുമൊക്കെയാണ്. ജെറുസലേമിലെത്തിയ ദൈവപുത്രനെ ഒലിവിൻ ചില്ലകളുമായി എതിരേറ്റതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുകൂടിയാണ് ഈ വിധത്തിൽ കുരുത്തോലകളും എന്ത് ക്രൈസ്തവർ ഇന്നിപ്പോൾ ഓശാന ഞായർ ആഘോഷിക്കുന്നത്. പീഡാസഹനത്തിൻ്റെയും അതുപോലെ തന്നെ കുരിശുമരണത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ദിനങ്ങളുമൊക്കെയാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്മരിക്കുന്ന ഉയിർപ്പ് തിരുനാൾ 31-ാം തീയതിയാണ് നടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ഒരാഴ്ചക്കാലം വിശ്വാസികൾ പ്രാർത്ഥനയുടെയും അതുപോലെ ഈ വിധത്തിലുള്ള ആഘോഷ പരിപാടികളിലുമൊക്കെ ചടങ്ങുകളാണ്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിശ്വാസികൾ കുരുത്തോല ഏന്തി കുരിശേന്തി വെഞ്ചരിപ്പോടുകൂടി നഗരം എറണാകുളത്ത് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് പാളയത്ത് പള്ളിയിൽ നിന്നുള്ള ഈ കുരുത്തോല പ്രദക്ഷിണമാണ്. നഗരത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. അവിടെ ശശി തരൂരടക്കം ഈ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ശശി തരൂരുണ്ട്, വൈദികരുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥാനാർത്ഥികൾ എത്തും അല്ലേ? കരിക്കകത്ത് ഇന്നലെ പൊങ്കാലയായിരുന്നു മെനഞ്ഞാന്ന്, അവിടെയും എത്തി ഇന്നലെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ ഓശാന പെരുന്നാൾ ആഘോഷം നടക്കുന്ന സമയത്ത് ഓശാന ഞായർ കുരുത്തോല പ്രദർശനത്തിലും സ്ഥാനാർത്ഥികൾ ഭാഗമാകുന്നു. ഇനി പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിൻ്റെയും ഭാഗമാകും അല്ലേ? ഒരർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മതേതരമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ മതവിശ്വാസികൾക്കൊപ്പവും അവർ സഞ്ചരിക്കും. മതങ്ങൾ ഞങ്ങൾക്ക് അന്യമല്ല എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ ഒരു ലൈൻ. അപ്പോൾ എന്തായാലും ശശി തരൂർ അടക്കം ഈ ഓശാന ഞായർ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കാളികളാകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.